everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ FIUGP ബിസിനസ് റെഗുലേഷൻസിൻ്റെ ചാപ്റ്റർ 13 വരെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെയുണ്ട് കേട്ടോ. അതേപോലെ ചാപ്റ്റർ 14 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഓഫ് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ കുറച്ച് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ രണ്ടെണ്ണമാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് നോക്കാം. ഇപ്പോൾ സ്പെഷ്യൽ കോൺട്രാക്ട്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ട്സ് ഓഫ് ഇൻഡംനിറ്റി, കോൺട്രാക്ട്സ് ഓഫ് ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പിന്നെ പ്ലെഡ്ജ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഇതൊക്കെയാണ് പലതരത്തിലുള്ള സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്നുള്ളത് നോക്കാം. The term indemnity means to compensate or make good the loss. അതായത് നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തുക, അത് നമുക്ക് എന്ത് ചെയ്യുക, നഷ്ടം നികത്തി തരിക എന്നുള്ളൊരു മീനിങ് ആണ് ഇൻഡംനിറ്റിക്ക് ഉള്ളത്. ഓക്കെ, സോ ഇൻഡംനിറ്റി ഈസ് എൻ ആക്ട് ടു കോമ്പൻസേറ്റ് ഓർ പ്രൊട്ടക്ട് സംബഡി അഗെയിൻസ്റ്റ് ലോസ്. നമുക്കൊരു നഷ്ടം വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇൻ കേസ് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തി തരിക. ഇതാണ് ഇൻഡംനിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ദെൻ ഇതിൽ കുറച്ച് റൈറ്റ്സ് ഓഫ് ഇൻഡംനിറ്റി ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ആൾക്കാരാണ് വരിക, ഇൻഡംനിറ്റി ഹോൾഡർ അഥവാ ഇൻഡംനിഫൈഡും അതേപോലെ ഇൻഡംനിഫയറും. അങ്ങനെ 2 ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ റൈറ്റ്സ് ഓഫ് ഇൻഡംനിറ്റി ഹോൾഡറിൻ്റെ നമുക്ക് നോക്കാം. റൈറ്റ് ടു റിക്കവർ ദ ഡാമേജ്, നമുക്കുണ്ടായ ഡാമേജ് റിക്കവർ ആവാനും, റൈറ്റ് ടു റിക്കവർ ദ കോസ്റ്റ് റിക്കവർ ആവാനും, ദെൻ റൈറ്റ് ടു റിക്കവർ ദ സംസ് പെയ്ഡ്, നമ്മൾ അടച്ച തുക നമുക്ക് റിക്കവറായി കിട്ടാനും ഒക്കെയാണ് റൈറ്റ്സ് ഉള്ളത്. ഇനി റൈറ്റ്സ് ഓഫ് ഇൻഡംനിഫയർ എന്ന് പറയുന്നത് റൈറ്റ് ടു സബ്രഗേഷൻ, റൈറ്റ് ടു ഇക്വിറ്റീസ്, റൈറ്റ് ടു റിഫ്യൂസ് ഇൻഡംനിറ്റി. ഇത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്നതും നിങ്ങൾ എക്സാമിന് എഴുതേണ്ടതും ഈ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഇൻഷുറൻസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയും 2 ആൾക്കാരാണ് വരുന്നത്. ഒന്ന് ഇൻഷുറൻസ് എടുക്കുന്ന നമ്മൾ, അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഹോൾഡർ എന്ന് നമ്മളെ വിളിക്കുന്നു. ദെൻ അതേപോലെ ഇൻഷുറൻസ് കമ്പനി, നമുക്ക് ഇൻഷുറൻസ് തരുന്ന ആൾ അല്ലേ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയും. അങ്ങനെ 2 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡംനിഫൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇൻഡംനിഫയർ. ഓക്കെ, ഇൻഡംനിഫയർ. ഇനി ഇൻഷുറൻസ് കമ്പനിയെ, നമുക്ക് ഇൻഷുറൻസ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് നഷ്ടം നികത്തി തരുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇൻഡംനിഫൈഡ്. അപ്പോൾ അത് നിങ്ങളൊന്ന് തെറ്റാണ്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കിയേ, ഇപ്പോൾ ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡംനിഫയർ എൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡാമേജ് റിക്കവറായി കിട്ടണം, നമ്മുടെ കോസ്റ്റ് റിക്കവറായി കിട്ടണം, നമ്മുടെ അടച്ച തുക നമുക്ക് റിക്കവറായിട്ട് കിട്ടണം അല്ലേ. ഇനി ഇൻഷുറൻസ് കമ്പനിക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഡംനിഫൈഡിനുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ റൈറ്റ് ടു സബ്രഗേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സബ്രഗേഷൻ്റെ മീനിങ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇന്ദുവും അനുവും, അങ്ങനെ 2 വ്യക്തികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ദു അനുവിൻ്റെ വണ്ടി കൊണ്ടിടിച്ച് അതിൽ പ്രശ്നങ്ങൾ പറ്റി. ഓക്കെ, അപ്പോൾ അനുവിന് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അനു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാണ്. ഒരു 5000 രൂപയുടെ പണികളൊക്കെ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അനുവിന് ആ ഒരു പൈസ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു നഷ്ടം അനുവിൻ്റെ ഇൻഷുറൻസ് കമ്പനി നികത്തി കൊടുത്തു. പക്ഷേ ഇന്ദു കാരണമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അനുവിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്ക് ഇന്ദുവിനോട് പൈസ ചോദിക്കാം എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പോളിസി നമ്മുടെ അനുവിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്ക് ഇന്ദുവിൻ്റെ അടുത്ത് ആ ഒരു പൈസ ചോദിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെയാണ് റൈറ്റ് ടു സബ്രഗേഷൻ എന്ന് പറയും. ഇപ്പോൾ എനിക്ക് ഇന്ദുവിന് ഒരു ഇൻഷുറൻസ് ഇതുപോലെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഇൻഷുറൻസുകാരും ഇടപെട്ടിട്ട് വേണമെങ്കിൽ അത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം. അല്ലാത്ത പക്ഷം എനിക്ക് ആ ഒരു ഇൻഷുറൻസ് ഇല്ല, ഇഫ് ഇന്ദു ഡസ് നോട്ട് ഹാവ് സച്ച് ഇൻഷുറൻസ്, ദെൻ ആ ഒരു പൈസ നമ്മൾ നേരിട്ട് ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൈറ്റിനെയാണ് റൈറ്റ് ടു സബ്രഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവരുടെ മറ്റൊരു റൈറ്റാണ് റൈറ്റ് ടു ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ഇക്വിറ്റീസിനും നമുക്ക് ഇതേപോലെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം.
റൈറ്റ് ടു ഇക്വിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ മേലെ നമ്മൾ ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എക്സ്ട്രാ ഓർ റിമൈനിങ് ബെനിഫിറ്റ്സ് വാങ്ങിയെടുക്കാം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫോൺ ഡാമേജ് ആയി, ഓക്കെ. അപ്പോൾ ആ ഒരു ഫോണിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോണിൻ്റെ വിലയോ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വാങ്ങേണ്ട പൈസയോ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കേടായ ഫോൺ വിറ്റിട്ട് ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഫോണിൻ്റെ റിമൈനിങ് വാല്യൂ അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലേ? അപ്പോൾ ആ ഒരു പൈസ ആർക്കെടുക്കാം? ഇൻഷുറൻസ് കമ്പനിക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി ഗെറ്റ്സ് ദ റിമൈനിങ് വാല്യൂ ഓർ ബെനിഫിറ്റ് ഓഫ് ദ ഡാമേജ്ഡ് ഐറ്റം. അതിനെയാണ് നമ്മൾ റൈറ്റ് ടു ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. ദെൻ റൈറ്റ് ടു റെഫ്യൂസ് ദ ഇൻഡെംനിറ്റി. നമ്മൾ ഇൻഡെംനിറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നഷ്ടം നികത്തി തരുന്നതാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെഫ്യൂസ് ദ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ വി വിൽ നോട്ട് പേ എന്ന് പറയുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരുന്നില്ല, ഇൻഷുറൻസ് തരില്ല. കാരണം കള്ളത്തരം കാണിച്ചിട്ട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തു. ഫയർ ഇൻഷുറൻസ് എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിന് തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമുക്ക് തരണം, അല്ലെങ്കിൽ ആ നഷ്ടം നികത്തി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപയ്ക്കാണ് ഇൻഷുറൻസ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഹൗസ് ഓണർക്ക് 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. ഇയാൾ മനഃപൂർവ്വം ആ ഒരു വീടിന് തീയിടാനുള്ള, കുറച്ച് ഭാഗത്തൊക്കെ തീയിടാനുള്ള ശ്രമം നടത്തിയേക്കുവാണ്, ആൾ മനഃപൂർവ്വം. അപ്പോൾ ഇത് ഇൻഷുറൻസ് കമ്പനി തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഇയാൾ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണ്, പൈസ തട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ്. സോ ദ ഇൻഷുറൻസ് കമ്പനി ക്യാൻ സേ വി വിൽ നോട്ട് പേ ദ എമൗണ്ട്. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്ക് പറയാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? വി വിൽ നോട്ട് പേ എന്ന് ആർക്ക് പറയാം? ഇൻഷുറൻസ് കമ്പനിക്ക് പറയാം. ഇങ്ങനെ 3 റൈറ്റ്സ് ആണ് ഫയർ അഥവാ നമ്മുടെ ഇൻഷുറൻസ് ഇപ്പോൾ എക്സാമ്പിൾ പ്രകാരം ഇൻഷുറൻസ് കമ്പനിക്കുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇൻഡെംനിറ്റിയുടെ കേസിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇൻഡെംനിറ്റി എന്നുള്ളത് പഠിക്കുക. പിന്നെ ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും അങ്ങനെ 2 ആൾക്കാരാണ് ഇതിൽ വരിക എന്നുള്ളതും അവരുടെ 2 കൂട്ടരുടെയും റൈറ്റ്സുമാണ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടത്. ഇനി ഇവിടെ ഇൻഷുറൻസിൻ്റെ കേസ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസാണ്. ലൈഫ് ഇൻഷുറൻസ് ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഷുറൻസും ഇതിൽ പെടുമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ എക്സെപ്റ്റ് ദി ലൈഫ് ഇൻഷുറൻസ്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ എഴുതണം. അതായത് നമ്മൾ ഇൻഷുറൻസിൻ്റെ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അല്ല. ബാക്കി ഏത് ഇൻഷുറൻസും, മറൈൻ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഫയർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, എല്ലാം നമുക്കുണ്ടായ നഷ്ടം നികത്തി തരാനുള്ള ഇൻഷുറൻസുകളാണ്. പക്ഷെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു പോയിട്ട് ഒരു 10 ലക്ഷം രൂപ കൊണ്ടു തന്ന ആൾക്ക് തുല്യതാവോ? ഇല്ല. ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഒരാളുടെ ജീവന് പകരം എത്ര രൂപ കൊണ്ട് തന്നാലും മതിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും ഒരു നഷ്ടം നികത്തുന്ന ഇൻഷുറൻസ് അല്ല. ദാറ്റ് മീൻസ് ലൈഫ് ഇൻഷുറൻസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നതിനുള്ള റീസൺ. അപ്പോൾ അത് ഈ ഇൻഡെംനിറ്റീൻ്റെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതുന്ന സമയത്ത് അത് നിങ്ങൾ എടുത്ത് പറയണം. ലൈഫ് ഇൻഷുറൻസ് ഇവിടെ ഒരിക്കലും പെടില്ല എന്നുള്ളത് എടുത്ത് പറയണം. ഓക്കെ, അപ്പം അതിൻ്റെ ലൈൻസ് വരുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ ഒരു ലൈൻ എഴുതി തരാം. ഓക്കെ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ലൈഫ് ഇൻഷുറൻസ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഓക്കെ, ബിക്കോസ് ഹ്യൂമൻ ലൈഫ് കനോട്ട് ബി മെഷേർഡ് ഓർ റീപ്ലേസ്ഡ് ബൈ മണി. നമുക്കറിയാം ഒരാളുടെ ജീവനും പൈസ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനോ മെഷർ ചെയ്യാനോ സാധിക്കില്ല. പക്ഷെ ഇത്ര നാളും അടച്ചൊരു തുകയുണ്ടല്ലോ, ആ ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി അവരുടെ ഫാമിലിക്ക് കൊടുക്കും. ദ ഇൻഷുറൻസ് കമ്പനി പേസ് എ ഫിക്സഡ് എമൗണ്ട് ഓർ സം അഷ്വേർഡ്. ആ ഒരു ഫിക്സഡ് എമൗണ്ട് അവർ എന്താ പറയുക ഫാമിലിക്ക് കൊടുക്കും. പക്ഷെ ഒരിക്കലും അതൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു ലോസിനോ ഒന്നുള്ള ഒരു തുകയല്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്
കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ 2 എണ്ണമാണ് പഠിക്കുന്നത്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി കഴിഞ്ഞു. ഇനി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഒബ്ജക്റ്റ് ഈസ് ടു എനേബിൾ എ പേഴ്സൺ ടു ഒബ്റ്റെയിൻ എൻ എംപ്ലോയ്മെൻറ്റ് ഓർ എ ലോൺ ഓർ സം ഗുഡ്സ് ഓർ സർവീസ് ഇൻ ക്രെഡിറ്റ്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം പറയുന്നത് നമുക്കിപ്പോൾ ഒരാൾക്ക് ജോലി വേണം, അല്ലെങ്കിൽ ഒരു ലോൺ കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസോ ഗുഡ്സോ കടമായിട്ട് വേണം. അപ്പോൾ അങ്ങനെ കടമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരാൾ നമുക്ക് ഗ്യാരണ്ടി നിൽക്കില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ 3 പാർട്ടീസാണ് നമുക്ക് വരിക. 3 parties. There are 3 parties and all of them must join the contract. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ക്രെഡിറ്റർ, ദെൻ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ദെൻ ദ ഷുവർട്ടി. ഇങ്ങനെ 3 പേരാണ് വരുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇത് ഇന്ദുവിന് ഒരു 50,000 രൂപ ലോൺ വേണം. 50,000 രൂപ എന്ത് വേണം, ലോൺ വേണം. ഓക്കെ, അപ്പോൾ ആരടുത്താണ് ലോണിൻ്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ പോവുക, ബാങ്കിൻ്റെ അടുത്താണ് നമ്മൾ ലോണിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ബാങ്ക് പറയാണ് നമുക്ക് അത്രയും വിശ്വാസം പോരാ ഇന്ദുവിനെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടെ ഒരുപാട് തുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, രാഹുൽ. അപ്പോൾ രാഹുൽ ഇവിടെ വന്നിട്ട് മാനേജറൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ്. അപ്പോൾ രാഹുൽ ഇവിടെ വന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് വന്ന ആൾ രാഹുലാണ് കേട്ടോ. രാഹുൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഇപ്പോൾ എന്തെങ്കിലും ഇന്ദുവിന് ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇഫ് ഇന്ദു ഡസ് നോട്ട് റീപേ ദ ലോൺ ഐ വിൽ റീപേ ഇറ്റ്. അങ്ങനെ രാഹുൽ പറയാണ്, ഇന്ദുവിന് അത് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അടച്ചോളാം. അപ്പോൾ ബാങ്കിന് വിശ്വാസമാണ്. രാഹുൽ ഇവിടുത്തെ ഓൾറെഡി ഒരുപാട് എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ആളാണ്, ബാങ്കിൽ നല്ല നല്ല ഇടപാടുകൾ നടത്തുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ ഇവിടെ പ്രോമിസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇന്ദുവിനെ പറയുന്ന പേര്, അതായത് ആരാണോ ലോൺ എടുക്കുന്നത്, ഓക്കെ, ആ ആളെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ എന്നുള്ളത്. ഓക്കെ, ഡെപ്റ്റർ. ഇനി ആരാണ് ലോൺ കൊടുക്കുന്നത്, ഇവിടെ കടമായിട്ട് ലോൺ കൊടുക്കുന്നത് ആരാണ്, ബാങ്കാണ്. അപ്പോൾ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. ഓക്കെ, എന്നിട്ട് ഇവിടെ ആരാണ് പ്രോമിസ് കൊടുത്തിട്ട് നിൽക്കുന്നത്, രാഹുലാണ് അല്ലേ. ഞാൻ അടയ്ക്കാം, ഇന്ദു അടച്ചില്ലെങ്കിൽ ഞാൻ അടച്ചോളാം എന്ന് പറയുന്നത് രാഹുലാണ്. അപ്പോൾ ഇവിടെ രാഹുലിനെ വിളിക്കുന്ന പേരാണ് ഷുവർട്ടി. അപ്പോൾ പ്രോമിസ് നിൽക്കുന്ന ആൾ ഷുവർട്ടി ആണെന്നുള്ളത് നിങ്ങൾ മറക്കില്ല. പക്ഷേ ഈ പൈസ എടുക്കുന്ന ആളും പൈസ കൊടുക്കുന്ന ആളും ഡെപ്റ്ററും ക്രെഡിറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് മാറാറുണ്ട്. അപ്പോൾ കടമായി കൊടുക്കുന്ന ആളെ കടത്തിന് നമ്മൾ പറയുക ക്രെഡിറ്റ് എന്നല്ലേ പറയുക. അപ്പോൾ കടമായി കൊടുക്കുന്ന ആളെ ക്രെഡിറ്റർ എന്ന് പറയുന്നത്, ഇത് ബാങ്കിനെ ക്രെഡിറ്റർ എന്ന് പറയുന്നു, വാങ്ങി വെക്കുന്ന ആളെ ഡെപ്റ്റർ എന്ന് പറയുന്നു, അവർക്ക് ഇടയിൽ നിന്ന് പ്രോമിസ് ചെയ്ത് എല്ലാം ഗ്യാരണ്ടി ചെയ്യുന്ന ആളെ ഇവിടെ ഷുവർട്ടി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അതായത് പേരുകളൊക്കെ നിങ്ങൾ മാറ്റിക്കോളൂ. ഇതേപോലൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇത് എവിടെയെങ്കിലുമൊക്കെ എഴുതിയിടുക. കാരണം ഞാൻ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സിലും ഞാൻ പറയുന്ന എക്സാമ്പിൾസും നിങ്ങൾ എഴുതി വെക്കുക സൈഡിൽ. കാരണം പിന്നീട് ഒരു ദിവസം നിങ്ങളിത് നോട്ട്സ് വായിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഈ എക്സാമ്പിളും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുള്ളവർ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട്ബുക്കിലൊക്കെ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെക്കുക. എന്നിട്ട് അതേപോലെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എക്സാമിന് എഴുതിക്കോളൂ. എക്സാമിന് ഈ ഒരു സബ്ജക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്, എക്സാമ്പിൾസ് എഴുതണം കേട്ടോ. ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പേരുകൾ കൊടുത്ത്, ആളുകളുടെ പേര് അല്ലെങ്കിൽ ABC എന്നൊക്കെ പേരുകളൊക്കെ കൊടുത്ത് റിയൽ ലൈഫിൽ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലനേഷൻ ആദ്യം കൊടുക്കണം, അതിൻ്റെ താഴെ എക്സാമ്പിളും കൂടി എഴുതാം കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ 3 വ്യക്തികളെ പരിചയപ്പെട്ടു. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 3 കോൺട്രാക്റ്റും വേണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇവിടെ ക്രെഡിറ്ററും ഡെപ്റ്ററും ആരാണ്, ഇന്ദും ബാങ്കും ആണ്. അപ്പോൾ രാഹുൽ ഇവിടെ പ്രോമിസ് ചെയ്തു എന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് ഇന്ദും ബാങ്കും തമ്മിലാണ്. തീർച്ചയായിട്ടും അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് വേണമല്ലേ. അപ്പോൾ അതാണ് അവരുടെയാണ് ഒന്നാമത്തെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, ബിറ്റ്വീൻ ദ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. രണ്ടാമത്തെ കോൺട്രാക്റ്റ് നമ്മുടെ ഷുവർട്ടിയും ക്രെഡിറ്ററും ആണ്.
ഷുവർട്ടി എന്ന് പറയുന്നത് പ്രോമിസ് ചെയ്ത ഗ്യാരണ്ടി ചെയ്ത രാഹുലും ക്രെഡിറ്റർ എന്ന് പറയുന്നത് ബാങ്കും ആണ്. ഇപ്പം ഇന്ദു അടച്ചില്ലെങ്കിൽ അടയ്ക്കാമെന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ രാഹുലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുലും ബാങ്കും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് വേണം. ഇനി അടുത്തത് ബിറ്റ്വീൻ ദ ഷുവർട്ടി ആൻഡ് ദ ഡെപ്റ്റർ. ഇവിടെ ഷുവർട്ടി എന്ന് പറയുന്നത് രാഹുലാണ്, ഡെപ്റ്റർ എന്ന് പറയുന്നത് ഇന്ദു ആണ്. കാരണം ഇൻ കേസ് ഇന്ദു അടച്ചില്ലെങ്കിൽ രാഹുൽ പെടും അല്ലേ. അപ്പോൾ ഇന്ദുവിന് വേണ്ടി ഇവിടെ വലിയ കാര്യത്തിൽ രാഹുൽ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ രണ്ടുപേരും തമ്മിലും ഒരു കോൺട്രാക്റ്റ് വേണം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലുള്ള കോൺട്രാക്റ്റും ഇവിടെ വരുന്നുണ്ട്. 3 ആളുകളും വരുന്നുണ്ട്, 3 കോൺട്രാക്ട്സും വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റി ടു കോൺട്രാക്ട്, കോൺകറൻസ് എന്നൊക്കെ പറഞ്ഞ് അത് ജസ്റ്റ് വായിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പലതരത്തിൽ നമുക്ക് ഗ്യാരണ്ടി നിൽക്കാം. അപ്പോൾ അതിൽ തന്നെ വീണ്ടും ഡിവിഷൻ വന്നിരിക്കുകയാണ്. ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ്, അതിൻ്റെ ഉള്ളിൽ 3 എണ്ണം ഉണ്ട്. ഓൺ ദി ബേസ് ഓഫ് ട്രാൻസാക്ഷൻ, അതിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഓൺ ദി ബേസ് ഓഫ് പർപ്പസ് നോക്കാം. പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൈപ്പ് വരുന്നുണ്ട്. എ ഗ്യാരണ്ടി മേ ബി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഓർ ലോൺ. അതായത് ലോണിൻ്റെ അല്ലെങ്കിൽ കടത്തിൻ്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയാണ് അത്. ഇനി ഫോർ പ്രൈസ്, അതായത് എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസിൻ്റെയോ പ്രൈസ് പേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയാണ് അവിടെ വരുന്നത്. ദെൻ എ ഗ്യാരണ്ടി ഗിവൺ ഫോർ ദി ഓണസ്റ്റി, അതായത് ഇതിനെ ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്നും കൂടി പറയൂ കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ദുവിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. അതായത് ഒരു കമ്പനിയിൽ ഇന്ദു കാഷ്യറായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ദു ഇവിടെ ആരാണ്? കാഷ്യറാണ് കേട്ടോ. അപ്പോൾ ആ കമ്പനിയുടെ മാനേജറാണ് നമ്മുടെ രാഹുൽ. അപ്പോൾ ഇന്ദു കാഷ്യറാണ്, ദെൻ രാഹുൽ എന്ന് പറയുന്നത് അവിടുത്തെ മാനേജറാണ്. അപ്പോൾ രാഹുൽ എന്ത് ചെയ്യാണ്? മാനേജർ എന്ത് ചെയ്യാണ്? ഇന്ദു കാഷ്യറൊക്കെ ആണല്ലോ, കുറച്ച് നല്ല വിശ്വാസമുള്ളതൊക്കെ ആണെങ്കിലും എങ്ങാനും പറ്റിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ദുവിൻ്റെ പേരിൽ ഒരു ഫിഡിലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഇന്ദു അവിടെ നിന്ന് പൈസ മോഷ്ടിച്ചു നിൽക്കാം. ഇഫ് ഇന്ദു സ്റ്റീൽസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50,000 ഫ്രം ദ കമ്പനിയിൽ നിന്ന് 50,000 റുപ്പീസ് എങ്ങാനും ഇന്ദു മോഷ്ടിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അത് രാഹുലിന് വേണ്ടി കൊടുക്കും. മനസ്സിലായോ? രാഹുലിൻ്റെ ലോസ് നികത്താനായിട്ട് ദ ഇൻഷുറൻസ് കമ്പനി വിൽ കോമ്പൻസേറ്റ് ദ എമൗണ്ട് ഫോർ ദി ലോസ്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഫോർ ഓണസ്റ്റി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ഓണസ്റ്റിക്ക് വേണ്ടിയും ഒരു ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതിന് മറ്റൊരു പേരാണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇനി ഓൺ ദി ബേസ് ഓഫ് ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമുക്ക് സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി ഉണ്ട്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയും ഉണ്ട്. സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരൊറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നതാണ് സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ ഗ്യാരണ്ടി എക്സ്റ്റെൻഡ്സ് ടു എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, അതായത് കുറച്ച് നാളത്തേക്ക് തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലത്തേക്ക് എല്ലാ മാസത്തെ ട്രാൻസാക്ഷനും ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നു, അങ്ങനെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുക. അപ്പം അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഗ്യാരണ്ടിയാണ് ട്രാൻസാക്ഷൻ്റെ കേസിൽ വരുന്നത്. ഇനി നമ്മുടെ അടുത്തൊരു ചെറിയൊരു ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ക്യാൻസലേഷൻ. അതായത് ഇപ്പം നമ്മൾ 3 വർഷത്തിന് എല്ലാ മാസത്തിനുമായിട്ട് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് റിവോക്കേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം. നമുക്ക് നോട്ടീസ് കൊടുത്തോ, അല്ലെങ്കിൽ ഷുവർട്ടിയുടെ ഡെത്ത് മൂലോ, അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി മൂലോ നമുക്കത് എന്ത് ചെയ്യാവുന്നതാണ്? ക്യാൻസൽ ചെയ്യാവുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി നമ്മുടെ ഷുവർട്ടിക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്യാരണ്ടി നിൽക്കുന്ന ആൾ അല്ലേ. അപ്പോൾ ആൾക്കുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെ റൈറ്റ്സ് ഉണ്ട്, ക്രെഡിറ്റർക്കെതിരെ റൈറ്റ്സ് ഉണ്ട്. ഇനി ആൾക്ക് വേണമെങ്കിൽ കോ ഷുവർട്ടീസിനെ വയ്ക്കാം, കൂടെ ആളുകളെ വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെപ്റ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സബ്രോഗേഷനും റൈറ്റ് ടു ഇൻഡെംനിറ്റിയും ആണ്. റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ എന്ന് പറയുന്നത് റൈറ്റ് ടു സെക്യൂരിറ്റീസ്, ക്ലെയിം സെറ്റ് ഓഫ്, സബ്രോഗേഷൻ ഒക്കെയാണ് അതിൽ വരുന്നത്. ദെൻ കോ ഷുവർട്ടീസിൻ്റെ അവിടെയുള്ള റൈറ്റ്സ്
right to claim the contribution, then co-surety is liable to contribute equally, liability of co-surety is bound in different sums, release of co-surety, right to share the benefits of the securities. അതായത് ആൾക്ക് co-suretyനെ വയ്ക്കാം. ഇപ്പം ഞാനാണ് അല്ലെങ്കിൽ ഇപ്പം രാഹുലാണ് ഇന്ദുവിന് എന്ത് ചെയ്ത ആൾ, ഗ്യാരണ്ടി നിന്ന ആൾ. പക്ഷെ രാഹുലിന് UK പോകേണ്ടി വരികയാണ്. അപ്പോൾ രാഹുലിൻ്റെ ബ്രദറിനെ ഇന്ദുവിൻ്റെ പ്രോമിസർ അല്ലെങ്കിൽ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഷുവേർട്ടി ആയിട്ട് ഇവിടെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ ആളുകൾക്ക് വേണമെങ്കിൽ ഷുവേർട്ടി ആവാം. പക്ഷേ ഷുവേർട്ടി ആവുന്ന സമയത്ത് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഷുവേർട്ടികൾ തമ്മിൽ അത് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്യണം. പിന്നെ രാഹുലിന് എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഷുവേർട്ടീസിനെ പിരിച്ചുവിടാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 2 മെയിൻ ടോപ്പിക്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും. രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. 2 വരുന്ന ആളുകൾ ഇൻഡെംനിറ്റിയിൽ ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും. അതിന് നമ്മൾ ഇൻഷുറൻസിൻ്റെ കേസാണ് പറഞ്ഞത്. അതിൽ നിങ്ങൾ കീ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം ലൈഫ് ഇൻഷുറൻസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ളതാണ്. ഇനി ഗ്യാരണ്ടിയുടെ കേസിൽ വരുമ്പോൾ അവിടെ വരുന്ന 3 ആളുകൾ ആരൊക്കെയാണ്, 3 കോൺട്രാക്റ്റ്, പിന്നെ ഓരോരുത്തരുടെയും റൈറ്റ്സ് കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടിയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് സിമ്പിൾ നോട്ട്സ് ആയിട്ടാണ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്. ബാക്കി എക്സാം അല്ലെങ്കിൽ FIUGP റിലേറ്റഡ് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് FIUGP അഡ്മിൻസ് ഓൺലി ഗ്രൂപ്പാണ്. അതും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്രാഷ് കോഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.